അസാധ്യമായിരിക്കുന്നുമില്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അതാണ് വിശ്വാസിയുടെ ഒരു നിലപാട്. നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ദൈവവും നിങ്ങളും തമ്മിൽ ഒരു ബന്ധമുണ്ടാകുകയും ദൈവം നിങ്ങളുടെ കൂടെ സഞ്ചാരി മാതാവ് അമ്മയുടെ മധ്യസ്ഥല്ലേ ചെയ്യണത്, ദൈവം നിങ്ങളുടെ കൂടെ വരികയും ചെയ്യും. ആ വിശ്വാസമുള്ള കലേവ് പറയും അത് കർത്താവ് നമ്മൾക്ക് ഏൽപ്പിച്ചു തരും. അതാണ് ഒരു വിശ്വാസം. അതിനെക്കുറിച്ചാണ് സംഖ്യ 14:9 എന്നാ പറയണത്? നിങ്ങൾ കർത്താവിനോട് മറുതലിക്കരുത്. വിശ്വാസം കുറച്ചിട്ടെ, പെറുപെറുത്ത് മറുതലിക്കരുത്. ആ ദേശത്തെ ജനങ്ങളെ ഭയപ്പെടുകയും വരുത്. കർത്താവിനോട് മറുതലിക്കരുത്, വാഗ്ദാനത്തെ ഭയപ്പെടരുത്, നേടാനുള്ള വിഷയത്തെ ഭയപ്പെടരുത്. ഇപ്പം ജപ്തി നടപടിയാണ് വരുന്നത്. നിങ്ങൾ ബാങ്കിനെ ഭയപ്പെടരുത്. ഡോക്ടർ പറഞ്ഞു ക്യാൻസറാണ്, ഇത് 4ാം സ്റ്റേജാണ്. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെ ഭയപ്പെടരുത്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇങ്ങനെ എല്ലാ വിഷയങ്ങളും കർത്താവ് നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഉടമ്പടി ഒരു വലിയ സീരിയസ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റാണ്. എന്താ പറയണത്? ജനങ്ങളെ ഭയപ്പെടരുത്, അവർ നമുക്ക് ഇരയാണ്, നമ്മുടെ കീഴിലാണെന്ന്. എന്നാ പറയണത്? ഇനി അവർക്ക് രക്ഷയില്ല. ഉടമ്പടി ക്രിസ്ത്യാനിയുടെ ബോധം കണ്ട ഇനി അവർക്ക് എൻ്റെ പ്രതിയോഗിക്കിനി രക്ഷയില്ല. എന്നാ പറയണത്? അതാണ് സംഖ്യ 14:9. ഇനി അവർക്ക് രക്ഷയില്ല, കർത്താവ് നമ്മോട് കൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മോട് കൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. ആ ഒരു ബോധം ഉണ്ടാകണം. നമ്മൾ ഉടമ്പടി ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? കർത്താവ് നമ്മുടെ കൂടെ വരാനാണ്. അതുകൊണ്ടാണ് കർത്താവ് നമ്മുടെ കൂടെ വരാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ജീവിത സാക്ഷ്യത്തിലൂടെയും കൽപ്പനകൾ പാലിക്കുന്നതിലൂടെയും 2 ചിറകുകളെ ദൈവം നൽകിയിട്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ ഉണ്ടോ എന്നൊക്കെ നോക്കണതിൻ്റെ കാര്യം അതാണ്. എന്താണ്? കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. കടങ്ങളും പ്രശ്നമല്ല. ഇപ്പം കടക്കാർ സാക്ഷ്യം പറഞ്ഞത് എന്താണ്? ഇന്നലെ വരെ നമ്മളോട് പറഞ്ഞതാണ് ഞങ്ങൾ വീട്ടിൽ കയറി പൊറുക്കാൻ പോകണമെന്ന്. അപ്പം നാട്ടുകാരുടെ മുമ്പിൽ ആത്മഹത്യ അല്ലാതെ ഒന്നും നിവൃത്തിയില്ലെന്ന് പറഞ്ഞിട്ട് അവരൊന്ന് ഉടമ്പടി ചെയ്യുമ്പോൾ രാത്രി എന്നിട്ട് അവർ ഞങ്ങൾക്ക് 1 മാസം കൂടി തരുമോ? കാര്യം എന്താ? ഞങ്ങൾ ഉടമ്പടി ചെയ്തിട്ടുണ്ടെന്നാണ് പറയണത്. അതാണ് സംഭവം. കടക്കാരോട് വീട്ടിൽ കയറി പൊറുക്കാൻ പോകണമെന്ന് പറഞ്ഞ കടക്കാരോട് പേടിച്ചിട്ട് നാട്ടുകാരുടെ മുമ്പ് ചീത്തയായി എന്ന് വിചാരിച്ച് പേടിച്ചിട്ട് വന്ന് ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്തിട്ട് അവരെ തിരിച്ച് രാത്രി വിളിക്കും, പ്രാർത്ഥന ചെല്ലാൻ നേരത്ത് വിളിക്കും, ഞങ്ങൾക്ക് 1 മാസം കൂടി തരുമോ? അപ്പം നിങ്ങൾക്ക് ഇവിടുന്ന് പൈസ കിട്ടുമോ എന്ന് അവർ ചോദിച്ചാൽ അവർ പറഞ്ഞ മറുപടി എന്താണ്? ഞങ്ങൾ ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അതാണ് വിശ്വാസം. കാര്യം കർത്താവ് എന്തെങ്കിലും മാർഗം ഇതിനുള്ളിലൂടെ തരും എന്ന് പറയാനിരിക്കുകയായിരുന്നു. അവർ വിളിച്ചപ്പോൾ തന്നെ എന്നാ നിങ്ങൾ വിളിച്ചെന്ന് ചോദിച്ചു. അതിന് മുമ്പ് അവരിങ്ങോട്ട് പറയണേ ഞങ്ങൾ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു, നിങ്ങൾക്ക് എന്നാ പൈസ കിട്ടണത് അന്ന് തന്നാൽ മതിയെന്ന്. പ്രൈസ് ദി ലോർഡ്. 1 സെക്കൻഡ് 1 രാത്രി കൊണ്ടാണ് ഈ 12 മണിക്കൂറിനുള്ളിൽ ചേഞ്ച് ചെയ്യും. എൻ്റെ മക്കൾ എപ്പോഴും മനസ്സിലാക്കണം, ദൈവം അനന്ത സാധ്യതയാണെന്ന് ഈശോ പ്രഖ്യാപിക്കുമ്പോൾ അവൻ ചോര വിയർത്തിരുന്ന്. ബൈബിളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കിലൊന്നാണ്, ദൈവം അനന്ത സാധ്യതയാണെന്ന് ഈശോ പ്രഖ്യാപിക്കുമ്പോൾ അവൻ ചോര വിയർത്തിട്ടുണ്ടായിരുന്നു. അപ്പാ എന്ന് വിളിക്കും. അപ്പാ ചോര വിയർത്ത് ഗെത്സെമനി പറയുന്ന വാക്ക് എന്താണ്? അപ്പാ അങ്ങയ്ക്ക് എല്ലാം സാധ്യമാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോ സ്തോത്രം. ഹല്ലേലൂയ. 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 കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. വിശ്വസിക്കുക പ്രിയമുള്ളവരെ, ദൈവത്തിനെല്ലാം സാധ്യമാണ്, കർത്താവിനെല്ലാം സാധ്യമാണ്. ഏതവസ്ഥയും കർത്താവിനെ സമർപ്പിക്കണം, ഏത് ദുരിതങ്ങളും സമർപ്പിക്കണം. കൊല്ലപ്പെട്ട് നിൽക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. കർത്തനെന്നെ കൈവിടില്ല, മറക്കില്ലെന്നെ ഒരു നാൾ. ആകുലത തെല്ലുമില്ല, അരികിലുണ്ട് ഈശോനാഥൻ. ചേർന്ന് പാടാം. ആകുലത തെല്ലുമില്ല, അരികിലുണ്ട് ഈശോനാഥൻ. കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട് യേശുവിന്റെ കൂടെയുണ്ട്, ഭയമില്ലെനിക്കൊരു നാൾ. കർത്തനെന്നെ കൈവിടില്ല, മറക്കില്ലെന്നെ ഒരു നാൾ. ആകുലത തെല്ലുമില്ല, അരികിലുണ്ട് ഈശോനാഥൻ. ആകുലത
Praise the Lord. Praise the Lord. മക്കളെ, ചോര വിയർത്താലും വിട്ട് കൊടുക്കരുത്. അതാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്. ചോര വിയർത്താലും പറയണം, കർത്താവേ അങ്ങേക്കെല്ലാം സാധ്യമാണ്. അതാണ് ഈശോ ചെയ്തത്. അതാണ് ഈശോ ലോകത്തെ പഠിപ്പിച്ചത്. ജപ്റ്റ് നടപടി സീല് വെച്ച് ഇത് വെച്ചാലും നീ പറയണം, കർത്താവിന് സീല് പൊട്ടിക്കാൻ കഴിയും. കാരണം അവൻ കല്ലറയുടെയും മരണത്തിൻ്റെയും സീലുകൾ പൊട്ടിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ് എൻ്റെ കർത്താവെന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കൊടുത്തു. എല്ലാം സാധ്യമേ എൻ യേശുവിൻ കൂടെയുള്ളതാ. ആമേൻ. സാധ്യമേ എല്ലാം സാധ്യമേ എൻ യേശുവിൻ കൂടെയുള്ളതാ. കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട് അസാധ്യമായി ഒന്നുമില്ല ശക്തനാകുന്നവൻ മുഖാന്തരം. അസാധ്യമായി ഒന്നുമില്ല ശക്തനാകുന്നവൻ മുഖാന്തരം. ഇങ്ങനെ പറയണമെങ്കിൽ വിശ്വാസം പോരാണ്ട് വരും, പ്രത്യാശ പോരാണ്ട് വരും. പിന്നെ എന്ത് വേണം? സ്നേഹം വേണം. ഉടമ്പടി ലക്ഷ്യം വെക്കുന്നത് സ്നേഹമാണ്. ആദിമസഭ ലക്ഷ്യം വെച്ചത് വിശ്വാസമല്ലായിരുന്നു, സ്നേഹമാണ്. അതാണ് പൗലോസ് പറയണത്, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. 1 കൊറിന്തോസിന്റെ 13-14 കൈയിടിച്ച് കർത്താൻ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി നിറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകട്ടെ. അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആദിയിലെ അധികബലം തരണേ. ആദിയിലെ അധികബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണേ. കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ ശക്തി പകരണേ. 1 കൊരിന്ത്യർ 14:1 സ്നേഹം ആയിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ്, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. മനസ്സിലായില്ലേ? വിശ്വാസമല്ല ലക്ഷ്യം, പ്രത്യാശയല്ല ലക്ഷ്യം, പിന്നെന്താണ്? സ്നേഹം. ആന്തരിക കാര്യം. സ്നേഹം വന്നാൽ മാത്രമേ പിറുപിറുപ്പ് അവസാനിക്കത്തുള്ളൂ. ഇപ്പം ഈ പിറുപിറുപ്പ് വരുന്നില്ലേ? ഞാൻ ഭർത്താവിൻ്റെ മദ്യപാനം മാറാൻ വേണ്ടിയാണല്ലോ ഉടമ്പടി എടുത്തത്. എന്നിട്ട് ആ മനുഷ്യൻ ഇപ്പോൾ 4 കാലം വരണമെന്ന് പറഞ്ഞില്ല. ഇനി ഞാൻ ആലപ്പുഴയ്ക്കും ഇല്ല, ഒരിടത്തും ഇല്ല എന്ന് പറയാം. തന്നെ പുറത്ത് പറയത്തില്ല. കാര്യം നിങ്ങൾ പറയുന്നതറിയോ? പുറത്തെങ്ങാനും പറഞ്ഞാൽ ദൈവം കേട്ടാൽ ദൈവം എന്നാണ്. അത് ഉള്ളിൽ പറയും, പിറുപിറുപ്പെന്ന് പറയും. 14:30 സംഖ്യ 14:30. പിറുപിറുപ്പുണ്ടായാൽ ലാഗ് ചെയ്യും, താമസിക്കും. സംഖ്യ 14:30 അച്ഛൻ വായിച്ച് കേൾപ്പിച്ചു തരാം. ശ്രുതികടെ ഹല്ലേലൂയ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അഭിഷേകമാക്കണമേ കർത്താവേ. കർത്താവേ, ഞങ്ങളുടെ പ്രബോധനത്താൽ ദൈവസ്നേഹത്താൽ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ. പ്രൈസ് ജീസസ്. നിങ്ങളിൽ സംഖ്യ 14:30 നിങ്ങളിൽ 20 അതിലേറെയും വയസ്സുള്ളവരെ എനിക്കെതിരായി പിറുപിറുത്ത ഒരാൾ പോലും നിങ്ങളെ പാർപ്പിക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്ത ദേശത്ത് പ്രവേശിക്കുകയില്ല. അതാണ് പ്രശ്നം. പിറുപിറുപ്പുണ്ടായ വിശ്വാസ മേഖലയിൽ ജീവിക്കുന്നവർക്ക് പിറുപിറുപ്പുണ്ടാവും, പ്രത്യാശ മേഖലയിൽ ജീവിക്കുന്നവർക്കും പിറുപിറുപ്പുണ്ടാവും. സ്നേഹത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് പിറുപിറുപ്പ് അവസാനിക്കുന്നത്. 2 പിറുപിറുപ്പ് അവസാനിപ്പിച്ച ആൾക്കാരാണ് എൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്നത്. അങ്ങേരനെക്കുറിച്ച് എന്നാ പറയണത്? എൻ്റെ ദാസൻ തർക്കിക്കുകയോ ബഹളം വെക്കുകയോ ഇല്ല, ഇല്ലേ? ഐസയ 53:7. എപ്പോഴാണ്? തൊലി ഉരിഞ്ഞെടുത്തിട്ടാണേ. ആ സമയത്തും ദൈവം എന്താ ഉദ്ദേശിക്കണത്? ഇവിടെ തൊലി ഉരിഞ്ഞെടുക്കുന്ന സമയത്തും അവൻ മിണ്ടത്തില്ല. എൻ്റെ ദാസൻ തർക്കിക്കുകയോ നീ എന്താണൊന്നും മിണ്ടാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് വായി കുത്തണ ഒരു സമയമുണ്ട്. പീലാത്തോസ് നിന്നെ അഴിച്ചുവിടാനും നിന്നെ സ്വതന്ത്രനാക്കാനും നിന്നെ
കൊല്ലാനും എനിക്ക് അധികാരമുണ്ടെന്ന് അധികാരം പറയുമ്പോൾ കർത്താവ് പറയും, നോ നോ നോ, യു ഹാവ് നോ പവർ, ഹാവ് നോട്ട് അറ്റ് ഓൾ. ഉന്നതങ്ങൾ നൽകപ്പെടാതിരുന്നെങ്കിൽ നിനക്കെൻ്റെ മേൽ അധികാരമില്ല. ദറ്റ്സ് ഓക്കെ. അപ്പൻ്റെ കാര്യം പറയുമ്പോൾ അപ്പൻ്റെ അധികാരം ഇവൻ അടിച്ചെടുക്കാൻ നേരത്ത് മാത്രമേ ഈശോ സംസാരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ സംസാരിക്കത്തില്ല. വേറെ എന്തെല്ലാം പറഞ്ഞാലും ഈശോ അനങ്ങത്തില്ല. അപ്പൻ്റെ കാര്യം പറയുമ്പോൾ സംസാരിക്കും. ആ കട്ടിൽ കണ്ട് പനിക്കണ്ടെന്ന് പറയും, കറക്റ്റായിട്ട് പറയും. അല്ലാതെ തനിക്ക് എന്നാ സംഭവിച്ചാലും അവൻ പെരുപെറുക്കത്തില്ല, അവൻ തർക്കിക്കത്തില്ല, അവൻ ബഹളം ഉണ്ടാക്കത്തില്ല. എന്താ കാര്യം? അവൻ സഹന ദാസനാണ്. ഈ ലെവലിലേക്ക് ഒരു ലെവലിലേക്ക് പോകുമ്പോൾ ഏതെങ്കിലും ഒരു ലെവലിലെങ്കിലും വെച്ചു നമ്മൾ സ്നേഹത്തിൽ ആക്ടിവേഷൻ നടക്കേണ്ടി വരും. അതെന്താണ്? നിത്യതയ്ക്ക് നിങ്ങളത് സഹായിക്കും. പറഞ്ഞ മനസ്സിലായ മക്കളെ? നിത്യതയ്ക്ക് നിങ്ങളെ സഹായിക്കും. ഏതെങ്കിലും വിഷയം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാൻ താമസിച്ചാൽ അത് സ്നേഹത്തോടെയാണ് നിങ്ങൾ ആ വിഷയത്തിന് സബ്മിറ്റ് ചെയ്യണം. ഇവിടെ അങ്ങനെയല്ലേ ചെയ്തത്? ഇവിടെ തർക്കിച്ചില്ലല്ലോ. ഇത് മരിയൻ ഉടമ്പടി ധ്യാനമാണല്ലേ? അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഉടമ്പടിയുടെ ധ്യാന പ്രസംഗമാണ് കേൾക്കണത്. ഇവിടെ തർക്കിച്ചോ? തർക്കിച്ചില്ല. അതിന് പകരം ബൈബിൾ, അമ്മ തർക്കിച്ചില്ല എന്ന് പറയാൻ വേണ്ടി ബൈബിൾ ഉപയോഗിക്കുന്ന വാക്കെന്താ? ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ്. അല്ലാതെ വായിട്ടടിച്ചില്ല. ഹൃദയത്തിൽ കൊടിയ പ്രയാസം വന്ന സമയത്ത്, ആ ചാണാക്കുഴി പെറ്റുകിടന്ന സമയത്താണ് ആളിന് വല്ലാണ്ട് വേദനയായിപ്പോയി. പെറ്റതറിയാൻ വന്നത് നാട്ടുകാർ പോലും അല്ല, കാട്ടുജാതിക്കാരാണ് വന്നത്. ഒരു പരിചയമില്ലാത്ത ആൾക്കാർ വന്നു. അത്രയും വെറുമയായിപ്പോയില്ലേ. അതിന് മുമ്പ് തന്നെ സന്ധ്യയ്ക്ക് കുറേ പ്രയാസം അനുഭവിച്ചു. ഓരോ വീട്ടിലും വയറും മരിച്ച് കയറി ചെന്നിട്ട് ആരും പട്ടിയുടെ വില പോലും തന്നില്ല. പട്ടിയും പശുവൊക്കെ അവിടെ പ്രസവിച്ച് കിടക്കുന്നുണ്ടാകും അവിടെ ഇറമ്പത്ത്. ആ വില പോലും കിട്ടിയില്ലാത്തതിൻ്റെ വേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും പിറുപിറുക്കത്തില്ല. ഇവരാരാണെന്ന് 1000 പേരെ പുരുഷനായി കണ്ടു, ഞാൻ ആരെയും സ്ത്രീയായി കണ്ടില്ലെന്ന് പ്രഭാഷകൻ പറയും. 7:49 ദൈവം ഒരാളെ മാത്രമേ സ്ത്രീയായി കണ്ടുള്ളൂ. അമ്മയെ സ്ത്രീ എന്ന് വിളിക്കുമ്പോൾ ഓർക്കണം, അത് വേറെ ഒരു വിളിയാണ് അപ്പം വിളിച്ചതെന്ന്. ഇവിടെ എന്താണ്? ആ സമയത്ത് അട്ടടിമാർ പോയി കഴിയുമ്പോൾ പെറുപിറുത്തില്ല, പിന്നെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഈശോ പോലും പറയും, ഇനി എൻ്റെ കാര്യങ്ങൾ അധികം ഇടപെടാതിരിക്കുന്നറിയാം നിങ്ങൾക്ക് നല്ലതെന്ന് പറയും. അപ്പോഴും വീട്ടിൽ പോയിട്ട് മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. കാണാണ്ട് പോയപ്പോഴേ എത്ര കാലം ഞാനും നിൻ്റെ പിതാവും കൂടി നിന്നെ അന്വേഷിച്ചു എന്ന് പറയുമ്പോഴും ഈശോ പറയും, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കണം അല്ലേ എന്ന് ചോദിക്കുമ്പോഴും അപ്പോഴും ഹൃദയത്തിൽ തർക്കിച്ചില്ല. ഞങ്ങൾ 2 ദിവസത്തെ വഴി നടന്നല്ലേ, നിനക്ക് പറയാൻ പാടില്ലായിരുന്നോ ഞങ്ങളുടെ കൂടെ വരണില്ല നീ എന്ന്? ഒരു അറിവ് പോലും ഇല്ല, നീ ഇവിടെ നിന്നില്ലേ? ഇപ്പം നാരങ്ങ വെള്ളം പോലും കുടിക്കാതെയാണ് ഞങ്ങളിവിടെ നിൻ്റെ പുറകെ നിന്നെ അന്വേഷിച്ച് നടക്കണത്. ഇപ്പോഴാണ് കണ്ടു കിട്ടിയത് എന്ന് വേണമെങ്കിൽ പറയാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്, പക്ഷേ പറയത്തില്ല. അതിന് പകരം എഴുതി വച്ചിരിക്കുന്നത് ഈശോ ഇത് പറഞ്ഞപ്പോൾ ലൂക്കാ 2:51 മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇവർ സ്നേഹത്തിൻ്റെ മേഖലയിലായിരിക്കുക, വിശ്വാസത്തിൻ്റെ മേഖലയല്ല കടന്നു. ചില കാര്യങ്ങൾക്ക് വി ആർ പ്രൊമോട്ടിങ് മേരി. എന്തിനാണ് പ്രൊമോട്ട് ചെയ്യണത്? സ്വർഗത്തിൻ്റെ രാജ്ഞിയാണ് അവർ. നിത്യത വരെ ഒരു വിശ്വാസി എത്തിപ്പെടാൻ വേണ്ടി ദൈവികമായ പദ്ധതിയുടെ പേരാണ് മറിയം. അതുകൊണ്ട് അവരുടെ ഒരു നിലപാടുകളുണ്ട്, സമീപനങ്ങളുണ്ട്, നയങ്ങളുണ്ട് ഓരോ വിഷയത്തെക്കുറിച്ചും. അതുകൊണ്ടാണ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞപ്പോഴേ പിന്നെ ഒന്നും പറയാതെ ദൂതൻ മറഞ്ഞു പോയില്ലേ. ദാസിയാകണതും ദാസനാകണതും എപ്പോഴാണ്? പിറുപിറുപ്പ് തീരുമ്പോഴാണ്. നിൻ്റെ പിറുപിറുപ്പെല്ലാം തീർന്നതിന് ശേഷം ഞാനതിന് മറുപടി പറയാം. ഇനി ടെസ്റ്റ് വരാൻ പോകുന്നുണ്ടെന്ന് എൻ്റെ അർത്ഥം. അതിനെക്കുറിച്ച് പിന്നീട് ഒന്നും മിണ്ടിയില്ല. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൂതൻ മറഞ്ഞു എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ ഒന്നും എഴുതിയിട്ടില്ല ആ വിഷയത്തെക്കുറിച്ച്. വിശ്വാസയാത്രയിലെ ചില വിഷയങ്ങൾ എന്തെങ്കിലും നമ്മൾ സറണ്ടർ ചെയ്യേണ്ടി വരും. വിശ്വാസയാത്രയിൽ ദൈവം എന്ത് കോംപ്രമൈസും ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ മക്കൾ അപ്പോഴും ഓർക്കണം, ഒരു കളം കർത്താവിൻ്റെ കളമായി ഒഴിച്ചിടണം. ഏതെങ്കിലും ഒരു കളം. ഇപ്പോൾ എനിക്കൊരു ഗുരുതരമായ രോഗമുണ്ട്, ഞാനതിനെ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കൂടെ അടക്കുകയാണ്. ആ കളം ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഫുള്ളായിട്ട് കർത്താവിൻ്റെ സ്വാതന്ത്ര്യത്തിന് കൊടുത്തിരിക്കുന്ന ആ കളം. എന്താ കാര്യം? എല്ലാവരുടെ ജീവിതത്തിലും കർത്താവിൻ്റെ ഒരു കളമുണ്ടാകണം. നമ്മുടെ ക്ലെയിം സറണ്ടർ ചെയ്യുന്ന
സമർപ്പണത്തിൻ്റെ ഒരു കളം. ആ കളം വെച്ചാണ് നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് നിത്യതയിലെ കിരീടം ചൂടണത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഉടമ്പടി എടുത്ത മക്കളെ ഓരോരുത്തരുടെയും സമർപ്പിക്കുന്ന കർത്താവേ, നിത്യതയിൽ കിരീടം ചൂടുന്ന വലിയ അഭിഷേക പ്രാർത്ഥന പരിശുദ്ധ ഉടമ്പടി ചെയ്ത മക്കളുടെ മേൽ കൃപയായി നിറയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് പാടാം. ദൈവം നന്മ യേശുവിന്റെ അമ്മ, നന്മ നിറഞ്ഞോരമ്മ, ചേർന്ന് പാടാം. ദൈവം നന്മ യേശുവിന്റെ അമ്മ, നന്മ നിറഞ്ഞോരമ്മ. കൈകൾ ഉയർത്തി. അമ്മേ ആശ്രയമേ, അമ്മേ ശാശ്വതമേ, അമ്മേ ആശ്രയമേ, അമ്മേ ശാശ്വതമേ, മക്കളാ ഞങ്ങൾക്ക് ആനന്ദമേ, മക്കളാ ഞങ്ങൾക്ക് ആനന്ദമേ. ദൈവം തന്നോരമ്മ യേശുവിന്റെ അമ്മ, നന്മ നിറഞ്ഞോരമ്മ. അപ്പോൾ കർത്താവിൻ്റെ കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കണത് എന്താ? ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് നമ്മൾ ഇപ്പം നിങ്ങൾ പെറുപെറുപ്പൊന്നും ഉണ്ടാക്കത്തില്ല. പക്ഷേ നിങ്ങളെന്താ പരിപാടി ചെയ്യും? പ്രാർത്ഥന താമസിപ്പിക്കും, ഉപവാസം മറക്കും, രോഗികളെ കുളിപ്പിക്കാൻ മറക്കും, ദാനധർമ്മം ചെയ്യാൻ മറക്കും, പത്രം കൊടുക്കാൻ മറക്കും, എല്ലാത്തിനും മറക്കും. പെറുപെറുപ്പില്ല, ഒന്നും മിണ്ടത്തില്ല, അങ്ങനെ മിണ്ടണ സ്വഭാവമല്ല. പക്ഷേ ചെയ്യാനുള്ളതെല്ലാം സ്ലോ ആക്കും. അതിനർത്ഥം മത്സരമാണ് മകളുടെ. ശരിക്കും എല്ലാം സ്ലോ ആക്കും. പ്രാർത്ഥന സ്ലോ ആക്കും. സമയത്ത് എഴുന്നേക്കത്തില്ല. കാരണം 5:30ക്കും 6:30ക്കും ഉള്ളിൽ പ്രാർത്ഥിച്ച് മാറണമല്ല പ്രഭാത പ്രാർത്ഥന. ചിലപ്പോൾ കുടുംബ പ്രാർത്ഥന മുടക്കും, ചിലപ്പോൾ കുമ്പസാരം മുടക്കും കത്തോലിക്കരാണെങ്കിൽ, ചിലപ്പോൾ കുർബാന താമസിക്കും. ഇങ്ങനെ ആ പിറുപിറുപ്പ് വ്യത്യസ്തങ്ങളായ പ്രകടനങ്ങളിലൂടെ കാണിച്ചുകൊണ്ടിരിക്കും. പിറുപിറുക്കത്തില്ല, നാക്കുകൊണ്ടൊന്നും പറയത്തില്ല, അങ്ങനെ പറയുന്ന സ്വഭാവമല്ല. പക്ഷെ പ്രവൃത്തിയിൽ ഇതെല്ലാം കാണിച്ചുകൊണ്ടിരിക്കും. ഈ നിസ്സഹകരണം, ദൈവത്തോടുള്ള നിസ്സഹകരണം, ഉടമ്പടിയോടുള്ള പിറുപിറുപ്പ് പ്രവൃത്തി കാണിച്ചുകൊണ്ടിരിക്കും. പ്രേക്ഷിത പ്രവർത്തനം കുറക്കും. ഇനി കൊടുക്കണത് എന്നെ കൊണ്ട് അന്തോണി സുബിനാനെ കൊണ്ടും യൂദാസ് സുബിനാനെ കൊണ്ടും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യിക്കും. 20 പത്രം മേടിച്ച് അവരെ കൊണ്ട് ഏൽപ്പിക്കും. എന്നിട്ട് അവിടുന്ന് ബലം കിട്ടുമെന്ന് നോക്കിയിട്ട് തൊട്ടും നക്കിയൊക്കെ അവിടുന്ന് വണ്ടി വിടും. യൂദാസ് സുബിനാനെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തോളൂല്ല. പിറ്റേ ആഴ്ച വന്ന് നോക്കും. ഞാൻ വെച്ച പത്രം കൂടി ഇരിപ്പുണ്ടാകും, നോക്കും. ഓ ഇല്ല, രക്ഷപ്പെട്ട. കണ്ടവനെ കൊണ്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യിക്കുക. പിറുപിറുപ്പിൻ്റെ മറ്റൊരു രൂപം പോവാം. പിറുപിറുപ്പിൻ്റെ അതിനെ മറ്റൊരു രൂപം. അങ്ങനെ വന്നാൽ എന്നാ പറ്റണമെന്ന് അറിയാമോ? അതായത് സംഖ്യ 14:34 40 ദിവസം നിങ്ങൾ ആ ദേശം രഹസ്യ നിരീക്ഷണം നടത്തി. ഒരു ദിവസത്തിന് 1 വർഷം വീതം 40 വർഷത്തേക്ക് നിങ്ങളുടെ അകൃത്യത്തിന് നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ലാഗിങ് നമ്മൾ വരുത്തിയതാണേ. വെറും 4 ദിവസമേ ഉള്ളൂ അവിടെ ചെല്ലാനേ. കൂടിപ്പോയ 40 ദിവസം. ഇവർ ഈ ഒറ്റുനോക്കാൻ വിട്ട ആൾക്കാർ അവർ അനാർക്കിൻ്റെ സന്തതികളാണ്, മല്ലന്മാരാണെന്നൊക്കെ പറഞ്ഞ് പേടിച്ചിട്ട് ഈ അവിടെ കറങ്ങി നടന്ന് മോസസിനടുക്ക് വന്ന് മറുപടി പറഞ്ഞു കൊടുത്ത് നടപടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവരങ്ങോട്ട് മുമ്പോട്ട് പോകേണ്ടി വരികയല്ലേ. നടപടി ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഇവർ മരുഭൂമി കറങ്ങി നടന്ന്. അതിനാണ് പറയണത് സംഖ്യ 14:34 40 ദിവസം നിങ്ങൾ ആ ദേശം രഹസ്യ നിരീക്ഷണം നടത്തി. ഒരു ദിവസത്തിന് 1 വർഷം വീതം 40 വർഷത്തേക്ക് നിങ്ങളുടെ അകൃത്യത്തിന് നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ 40 വർഷം എടുത്തില്ലേ ഇവർ വാഗ്ദാന നാട്ടിലെത്താൻ? എന്താ കാര്യം? തെറ്റായ നിർദ്ദേശം കൂടി ധാരണ ഉണ്ടാക്കിയിട്ടും ഇതുപോലെ പിറുപിറുത്തിട്ടും അതുപോലെ ഈ ന്യൂസ് കിട്ടിയിട്ട് അത് മോസസിന് കൈമാറിയാലല്ലേ പെട്ടെന്ന് യാത്ര നടക്കും. അപ്പോൾ വാഗ്ദാന നാട്ടിലേക്കുള്ള യാത്ര ഇവർ സ്ലോ ആക്കിയത് ഇവർ പേടിച്ചുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവവാക്ക് കേൾക്കാതെ 40 വർഷം എടുത്ത്. വെറും 1 വർഷം പോലും വേണ്ട അവിടെ എത്താൻ. 40 വർഷം ഇവർ ദൈവത്തോടുള്ള വാഗ്ദാനത്തിലുള്ള വിശ്വാസക്കുറവ്. ദൈവമല്ലേ വാഗ്ദാനം ചെയ്തത്. അതാണ് കലേബ് പറയണത്. കലേബ് എന്താ പറയണത്? ഏതനാർക്കിൻ്റെ സന്തതികളായാലും നമ്മൾ അവന്മാരുടെ തടിയിലെ മസിലല്ല വിശ്വസിക്കുക. വി ആർ നോട്ട് ബിലീവിങ് ദ മണി പവർ ഓഫ് മസിൽ പവർ, വി ആർ ദ
ബിലീവിങ് ദ സൈന്യങ്ങളുടെ കർത്താവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്നിട്ട് പറയും കർത്താവ് നമ്മുടെ കൂടെ വരും, കർത്താവ് നമുക്കത് ഏൽപ്പിച്ച് തരുമെന്നാണ് ഈ കലേബ് പറയണത്. അതുകൊണ്ട് കലേബിനെ കുറിച്ച് കർത്താവ് ഒരു കമൻറ്റ് പറയും. അത് ആ കമൻറ്റ് നമ്മളെക്കുറിച്ച് പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. എന്താ പറയണത്? കലേബിനുള്ള അരൂപി വ്യത്യസ്തമാണെന്ന്. സ്തുതിച്ച ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, കലേബ് നിറഞ്ഞ അതേ ആത്മാവിന്റെ ശക്തി, അഭിഷേക ശക്തി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളിലും നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശാം. ആത്മാവിനെ വർഷിക്കണമേ, പരിശുദ്ധാത്മാവിനെ നൽകണമേ, ആത്മശക്തി നിറയണമേ, അപ്പോസ്തലന്മാർ നിറഞ്ഞ പരിശുദ്ധാത്മാവിനെ ആത്മാവിന്റെ ഞങ്ങളെ സ്പർശിക്കണമേ. കർത്താവ് നമ്മുടെ കൂടെ വരും, കർത്താവ് അവർ നമ്മൾക്ക് ഏൽപ്പിച്ചു തരുമെന്നൊക്കെ പറയുന്നത് കലേബും ജോഷുവയുമാണ്. അതുകൊണ്ടാണ് കലേബിനെക്കുറിച്ച് ദൈവം പറയണത് കലേബിനുള്ള ചൈതന്യം വ്യത്യസ്തമാണെന്ന്. ചില വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ വ്യത്യസ്തമായ അരൂപി വേണ്ടി വരും. 14:24 സംഖ്യ 14:24 കലേബിൻ്റെ അരൂപി വ്യത്യസ്തമാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കലേബിനെ പോലെ പൂർണ്ണമായ വാഗ്ദാനത്തിലെ വിശ്വസിക്കാനുള്ള വ്യത്യസ്തമായ അരൂപിയാൽ എന്നെ അഭിഷേകം ചെയ്യണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, കലേബിൽ നിറഞ്ഞ അഭിഷേക ശക്തി, വ്യത്യസ്തമായ പരിശുദ്ധാത്മ ശക്തി ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ ശക്തി പ്രാപിക്കാൻ, നിറയാൻ അഭിഷേകം ചെയ്യണമേ. അങ്ങേക്ക് സാക്ഷികളായി തീരാൻ കൃപ ചെയ്യണമേ. ഹല്ലേലൂയ. പാടാം. കരങ്ങൾ ഉയർത്തി. ഉന്നത ശക്തിയെ ചേർന്ന് പാടിക്കേ. ഉന്നത ശക്തിയെ അങ്ങ് ഞങ്ങളുടെ കൂടെ വരും എന്നല്ലേ അവർ പറയണത്, ജോഷുവയും കലേബും പറയണത്. അങ്ങനെ അങ്ങ് ഞങ്ങളുടെ കൂടെ വരുമെന്ന് പറയുന്നതിനാണ്, അതാണ് നമ്മളെ വ്യത്യസ്തമാക്കണത്. കലേബും ജോഷുവയും പറഞ്ഞത് എന്താ? ഒറ്റ നോക്കാൻ പോയവർ കർത്താവ് നമ്മുടെ കൂടെ വരും, അവർ നമുക്കിരയാകും, അവരെ നമുക്ക് കർത്താവ് ഏൽപ്പിച്ചു തരും. അങ്ങനെ പറയുന്നത് കൊണ്ടാണ് സംഖ്യ 14:24 പറയണത് കലേബ് വ്യത്യസ്തനാണെന്ന്. അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ് എന്ന് പറയും. എന്താണ് വ്യത്യസ്തമാക്കണത്? മോസസ് പണ്ട് പ്രാർത്ഥിച്ചത് അങ്ങനെയാണ്. പുറപ്പാട് 33:16 മോസസ് കർത്താവിനോട് പറയുന്നുണ്ട്, കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ ഞങ്ങൾ ഭൂമിയിൽ വ്യത്യസ്തരായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോഴേ കലേബ് പറയണത് എന്താ? കലേബിനെ കുറിച്ച് കർത്താവ് പറയുന്ന നോട്ട് എന്താണ്? അവന് നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. സംഖ്യ 14:24 അവൻ നയിച്ച ചൈതന്യം എന്താണ്? കർത്താവ് തന്നെയാണ്. എന്താണ്? കർത്താവ് കൂടെയുണ്ടെന്നുള്ള ആന്തരികമായ ബോധ്യം. അതാണ് മോസസ് പറയണത്. പുറപ്പാട് 33:16 എന്താ പറയണത്? അങ്ങ് ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ, പറഞ്ഞേ, ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ ഭൂമുഖത്ത് ഞങ്ങൾ വ്യത്യസ്തരായിരിക്കും. ഇപ്പൊ കലേബിനെ വ്യത്യസ്തനാക്കുന്നതും മോസസിന്റെ പ്രാർത്ഥന വ്യത്യസ്തമാക്കുന്നതും ഒരു സിംഗിൾ ഫാക്ടറാണ്. വാട്ട് ഈസ് ദാറ്റ് യുണീക് ഫാക്ടർ? എന്താണത്? കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം. അതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ അനുഗ്രഹം. പ്രാർത്ഥിക്കുക. കർത്താവേ,
ഉടമ്പടി എടുക്കുമ്പോഴേ ഏത് മരുഭൂമിയിലും ഏത് ജോർദാനിലും ഏത് ജെറിക്കോയിലും ഏത് മല്ലന്മാരുമായിട്ട് പോരടിക്കുമ്പോഴും അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആ ബോധ്യം വിശ്വാസത്തെക്കാൾ ഉപരി പ്രത്യാശയേക്കാൾ ഉപരി ദൈവസ്നേഹത്താലാണ് ഞങ്ങൾക്ക് അഭിഷേകമായി ഈ ആരാധനയിലൂടെ നൽകണമേ. സ്തുതിക്കട്ടെ. ദൈവം കൂടെ ഉണ്ടെന്ന ബോധ്യത്തില് അഭിഷേകത്തോടെ ജീവിക്കാൻ, ദൈവം ഞങ്ങൾക്ക് കൂട്ടുണ്ടെന്ന ബോധ്യം ജീവിക്കാൻ, ദൈവ കരം പിടിച്ച് ജീവിക്കാൻ ഉടമ്പടി ചെയ്തിട്ടുള്ള മക്കളുടെ മേൽ അഭിഷേക മുദ്ര ചാർത്തണമേ. കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ പാടാം. ദൈവസ്നേഹത്തോടെ പാടാം. എല്ലാവരും എഴുന്നേൽക്കുക. സൗഖ്യ പ്രാർത്ഥന. ജീവിത ദുരിതങ്ങൾക്കെതിരെയുള്ള ദൈവിക ശാസന ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൊഴിച്ചുണ്ടായിരിക്കും. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെ പറഞ്ഞു സ്തുതിക്കുക. കർത്താവ് എൻ്റെ കൂടെയുണ്ട്. എല്ലാവരും പറയട്ടെ. ലോകം മുഴുവനും വ്യത്യസ്തമായ നാടുകളിലിരുന്ന്, വ്യത്യസ്തമായ ജില്ലകളിലെ വീടുകളിലൊക്കെ ഇരുന്ന് ഈ ശുശ്രൂഷ ലൈവായി പങ്കെടുക്കുന്നവർ പറയട്ടെ, കർത്താവ് എൻ്റെ കൂടെയുണ്ട്. കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഞാൻ ആരെയും ഭയപ്പെടുത്തില്ല. ഒരു രോഗത്തെയും ഭയപ്പെടുത്തില്ല. ഒരു കടത്തെയും ഭയപ്പെടുത്തില്ല. ഒരു ഇല്ലായ്മയും ഭയപ്പെടുത്തില്ല. ഒരു ശത്രുവിനെയും ഭയപ്പെടുത്തില്ല. കർത്താവിൻ്റെ കൂടെയുണ്ട്. രോഗമുള്ള ശരീരഭാഗങ്ങളെല്ലാം കൈകൾ വെക്കുക. കയ്യപ്പ പ്രാർത്ഥനയിലൂടെ സൗഖ്യം കൃപാസനത്തിന് കർത്താവ് കഴിഞ്ഞ വർഷം നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹ തുടർച്ചയാണ്. ഉദരരോഗികൾ ഉദരത്തിൽ കൈവെക്കുക. കരട് രോഗികൾ നെഞ്ചിൽ കൈവെക്കുക. ഹൃദയ രോഗികൾ നെഞ്ചിൽ കൈവെക്കുക. ശ്വാസകോശ രോഗികൾ നെഞ്ചിൽ കൈവെക്കുക. തൈറോയ്ഡ് രോഗികൾ, ടോൺസൈറ്റ് രോഗികൾ ഒക്കെ തൊണ്ടയിൽ കൈവെക്കുക. ND ആയിട്ടുള്ള രോഗമുള്ളവരെ കണ്ണ്, ചെവി, അതുപോലെ തന്നെ തലച്ചോറ്, എൻ്റെ രക്ത ബ്ലോക്ക് ചെയ്യുന്ന അവസ്ഥകൾ, തലച്ചോറിൽ സിസ്റ്റ് വളരുന്നവർ, കൊടിയ തലവേദന നിരന്തരമായിട്ട് ആവർത്തിച്ച് വരുന്നവരൊക്കെ നെറ്റിയിൽ കൈവെക്കുക. കിഡ്നി രോഗികൾ നടുവിൽ കൈവെക്കുക. സർവാംഗം രോഗമുള്ളവർ സ്വസ്തികയായിട്ട് കൈ പിണച്ച് ശരീരം മുഴുവനും പൊതിഞ്ഞ് കെട്ടി കർത്താവിനെ വിശ്വാസത്തെ ഏൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കൈ സ്വസ്തിക പോലെ നെഞ്ചിനെ പിണച്ചു വെച്ച് കർത്താവിനെ ഏൽപ്പിക്കുക. ഇപ്പോഴും നീ ദൈവവേദന നിനക്ക് വിശ്വാസത്തെക്കാളുപരി, ശരണത്തെക്കാളുപരി ദൈവസ്നേഹം കൊണ്ട് നിറക്കാൻ വേണ്ടി നീ സ്തുതിക്കട്ടെ. അച്ഛൻ നിൻ്റെ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ച് മാറ്റാൻ പോകുന്നു. കർത്താവേ, നിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, നീ കൈ നീട്ടണമേ. ദൈവമേ, 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 നീ കൈ നീട്ടണമേ. ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഇടങ്ങളിലെ വീടുകളിലെ നാടുകളിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ ആരാധനയെ പങ്കെടുക്കുന്ന മക്കളുടെ മേൽ, വീടിൻ്റെ മേൽ, അവിടെ ജീവിത ആവശ്യങ്ങളുടെ മേൽ കൈ നീട്ടണമേ. ദൈവമേ, നീ 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 കൈ നീട്ടണമേ. ചെങ്കടൽ പിളർത്തിയവനെ നീ കൈ നീട്ടണമേ. കാറ്റിനെ ശാസിച്ചവനെ നീ കൈ നീട്ടണമേ. പത്രോസിനെ കടലിൽ നിന്ന് ഉയർത്തിയെടുത്തവനെ നീ കൈ നീട്ടണമേ. ലാസറിനെ ഉയർപ്പിച്ചവനെ നീ കൈ നീട്ടണമേ. ചെങ്കടലിനെ പിളർത്തിയവനെ നീ കൈ നീട്ടണമേ. മഞ്ഞ പൊഴിച്ചവനെ നീ കൈ നീട്ടണമേ. പാറയിന്ന് വെള്ളം നൽകിയവനെ നീ കൈ നീട്ടണമേ. കർത്താവേ, കൈ നീട്ടണമേ. ക്യാൻസർ രോഗത്തിന്മേൽ കൈ നീട്ടണമേ. മാരക രോഗത്തിന്മേൽ കൈ നീട്ടണമേ. ഞങ്ങളുടെ കടങ്ങളുടെ മേൽ കൈ നീട്ടണമേ.
ഞങ്ങളുടെ ജീവിത തകർച്ചകളുടെ മേൽ കൈനീട്ടണമേ. ഞങ്ങളുടെ എല്ലാ തകർച്ചകളുടെ മേൽ കൈനീട്ടണമേ. ശ്രദ്ധിക്കട്ടെ, ഭാഷാപരത്തോടെ കർത്താവേ കൈനീട്ടണമേ. ഓപ്പറേഷൻ രോഗികളുടെ മേൽ കൈനീട്ടണമേ. മക്കളില്ലാത്തവരുടെ മേൽ കൈനീട്ടണമേ. മക്കളില്ലാത്തവരുടെ മേൽ കൈനീട്ടണമേ. മക്കളില്ലാത്തവരുടെ മേൽ കൈനീട്ടണമേ. കർത്താവേ, കണ്ണ് കാണാത്തവരുടെ മേൽ കൈനീട്ടണമേ. ചെവി കേൾക്കാത്തവരുടെ മേൽ കൈനീട്ടണമേ. പിച്ച് രോഗികളുടെ മേൽ കൈനീട്ടണമേ. എപ്പിലെപ്സി രോഗികളുടെ മേൽ കൈനീട്ടണമേ. തൈറോയ്ഡ് രോഗികളുടെ മേൽ കൈനീട്ടണമേ. ഉദര രോഗികളുടെ മേൽ കൈനീട്ടണമേ. കർത്താവേ കൈനീട്ടണമേ. മത്സ്യത്തെ പിടിപ്പിച്ച കർത്താവേ, അധ്വാനത്തിന് മേൽ കൈനീട്ടണമേ. കർത്താവേ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്ത അപ്പോസ്തലന്മാരുടെ വലയുടെ മേൽ കൈനീട്ടിയ കർത്താവേ, വരുമാന മാർഗങ്ങളുടെ മേൽ കൈനീട്ടണമേ. കർത്താവെ കൈനീട്ടണമേ. കർത്താവെ കൈനീട്ടണമേ. കർത്താവെ കാറ്റിനെ സാധിച്ചവനെ കൈനീട്ടണമേ. കടലിനെ സാധിച്ചവനെ കൈനീട്ടണമേ. മഞ്ഞ അപ്പം നൽകിയവനെ കൈനീട്ടണമേ. കർത്താവെ മാർഗരോഗിയുടെ മേൽ കൈനീട്ടണമേ. കിടപ്പ് രോഗിയുടെ മേൽ കൈനീട്ടണമേ. എപ്പിലെപ്സി രോഗിയുടെ മേൽ കൈനീട്ടണമേ. ഓട്ടിസം രോഗിയുടെ മേൽ കൈനീട്ടണമേ. മക്കളില്ലാത്തവരുടെ മേൽ കൈനീട്ടണമേ. വിവാഹം തകർന്നവളെ കൈനീട്ടണമേ. വിവാഹം ഒത്തുവരാത്തവളെ കൈനീട്ടണമേ. മക്കളില്ലാത്തവളെ കൈനീട്ടണമേ. വീടില്ലാത്തവളെ കൈനീട്ടണമേ. സ്ഥലമില്ലാത്തവരുടെ മേൽ കൈനീട്ടണമേ. ജോലി തകർച്ചയുള്ളവരുടെ മേൽ കൈനീട്ടണമേ. ടെസ്റ്റ് ഇൻ്റർവ്യൂകൾ എഴുതി നിൽക്കുന്നവരെ കൈനീട്ടണമേ. റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ കൈനീട്ടണമേ. പരീക്ഷ എഴുതാൻ പോകുന്നവരുടെ കൈനീട്ടണമേ. പരീക്ഷ എഴുതിയവരുടെ മേൽ കൈനീട്ടണമേ. ജോലി ഇല്ലാത്തവരുടെ മേൽ കൈനീട്ടണമേ. കടകൾ പരിഹരിക്കണമേ. കൈനീട്ടണമേ. എല്ലാ തരത്തിലുള്ള കേസുകൾ, വാക്കാണങ്ങൾ, വഴക്കുകൾ, കേസുകൾ, തകർന്ന കുടുംബങ്ങളുടെ മേൽ കൈനീട്ടണമേ. പൈശാചി ശക്തികളുടെ മേൽ കൈനീട്ടണമേ. പൈശാചി ബന്ധങ്ങളെ കൈനീട്ടണമേ. പൈശാചി ശക്തികളുടെ മേൽ കൈനീട്ടണമേ. പൈശാചി ബന്ധങ്ങളെ കൈനീട്ടണമേ. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവരുടെ കൈനീട്ടണമേ. എന്ത് ചെയ്യണമെന്ന് അറിയാത്തവരുടെ കൈനീട്ടണമേ. എന്ത് ചെയ്യണമെന്ന് അറിയാത്തവരുടെ കൈനീട്ടണമേ. എന്ത് ചെയ്യണമെന്ന് അറിയാത്തവരുടെ കൈനീട്ടണമേ. ഈശോ കൈനീട്ടണമേ. യേശുവിന്റെ നാമത്തിലെ, കർത്താവിൻ്റെ നാമത്തിലെ, തെങ്ങൾ പടച്ച കർത്താവിൻ്റെ നാമത്തില്, അപ്പം വർദ്ധിപ്പിച്ച കർത്താവിൻ്റെ നാമത്തില്, മീൻ വർദ്ധിപ്പിച്ച കർത്താവിൻ്റെ നാമത്തില് എല്ലാ തടസ്സങ്ങളും ദുരിതങ്ങളും മാറട്ടെ. എല്ലാ രോഗങ്ങളും സൗഖ്യമാകട്ടെ. കരങ്ങൾ ഉയർത്തി കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. കടലിന് മീതെ നടന്നവൻ, അഞ്ചപ്പകണ്ട 1000 പേരെ തീറ്റിപ്പോറ്റിയവൻ, മാരക രോഗങ്ങള് കർത്താവ് സൗഖ്യപ്പെടുത്തുകയാണ്. തളർവാതയെ സുഖപ്പെടുത്തിയ ദൈവം നിന്നെ സുഖപ്പെടുത്തുകയാണ്. അതൊരു കാഴ്ച കൊടുത്തവൻ നിന്നെ സൗഖ്യപ്പെടുത്തുകയാണ്. ബദിരിന് കേൾവി കൊടുത്തവൻ നിന്നെ സൗഖ്യപ്പെടുത്തുകയാണ്. മാരകമായ രോഗങ്ങള്, നായ്വിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചവൻ നിന്നെ സൗഖ്യപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ആമേൻ. കരങ്ങൾ വീശി പാടാം. കരങ്ങൾ വീശി, കൈകൾ വീശിക്കൊണ്ട് ദൈവത്തിന്റെ ശക്തി നേർച്ച വസ്തുക്കളെടുക്കുക. മൂക്കിൽ നിന്ന് വല്ലാത്ത ഗന്ധവും ചില സമയത്ത് കട്ടിയുള്ള ദ്രാവകവും വരുന്ന വ്യക്തിയെ കർത്താവ് സൗഖ്യത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന എൽ ഷേപ്പിലുള്ള ഒരു മാംസക്കഷ്ണമാണ്. ഉള്ളിൽ ഒരു മാംസക്കഷ്ണം എൽ ഷേപ്പിൽ വളരുകയാണ്. ആ രോഗത്തിൽ നിന്ന് ആ വ്യക്തിയെ കർത്താവ് ഈ നിമിഷം സുഖപ്പെടുത്തുന്നു. വീണ്ടും മൂക്കുകൾ കാണിക്കുന്നുണ്ട്. ഗന്ധമറിയാത്തവരെ കർത്താവ് കാണിക്കുന്നുണ്ട്. അവരെ സൗഖ്യപ്പെടുത്തിയായിട്ട് കർത്താവ് കാണിക്കുന്നുണ്ട്. ഒരു കുട പോലും, വൃത്തിയായിട്ടുള്ള കുട പോലും, പുറത്ത് കാണിക്കാൻ പറ്റിയ കുട പോലും ഇല്ലാത്ത അത്രയും ഒരു തകർച്ച, പലതരത്തിലുള്ള തകർച്ച ബാധിച്ചൊരു കുടുംബമാണ്. ഒരു കുട പോലും ഈ വീട്ടിൽ ഇല്ലല്ലോ എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ സംസാരിച്ച ഒരു അടയാളമുണ്ട്. ആ കുടുംബത്തെ കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും നേർച്ച വസ്തുക്കൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. കയ്യിലെടുക്കുക, വെഞ്ചരിക്കാൻ വേണ്ടി അച്ഛന് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഭക്ഷണപദാർത്ഥങ്ങൾക്ക് മടുപ്പും വിലക്കും കൽപ്പിച്ചിട്ടുള്ളവരെ മനസ്സിൽ വിശ്വാസപ്രമാണം ചെയ്തുകൊണ്ടിരിക്കേണ്ട സമയമാണ്. അവർക്ക് കർത്താവ് വിടുതൽ നൽകും. വിദേശ യാത്രയ്ക്ക് പ്രാർത്ഥിച്ചവരുണ്ട് ഈ സമയത്ത്. അതിൻ്റെ സന്ദേശമുള്ളത് കൊണ്ട് ആ വിഷയത്തിന് സാക്ഷ്യം പറയാൻ കഴിയും നിങ്ങൾക്ക്. ചില മുട്ടിന് ഇങ്ങനെ ചില ശരീരഭാഗങ്ങൾ തൊലി പോയിട്ട് ചുവന്ന നിറത്തിലും വെള്ള നിറത്തിലുമൊക്കെ കാണുന്ന ഭാഗങ്ങളെ കാണിക്കുന്നുണ്ട്. അസ്ഥിയാകാം, അസ്ഥി ഒടിഞ്ഞതാകാം,
തൊലി വിണ്ടുപോയതാകാം, തൊലി വന്ന് കൂടാത്ത വ്രണങ്ങളാകാം. കർത്താവ് വിശുദ്ധമായ രക്തം തളിച്ചുകൊണ്ട് അത്തരം മാറാത്ത പൊറുക്കാത്ത വ്രണങ്ങളെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സാക്ഷ്യം പറയാൻ സാധിക്കും. വല്ലാതെ മുടി കൊഴിഞ്ഞു പോണ രോഗങ്ങൾ, സാധാരണ മുടി കൊഴിച്ചിനേക്കാളുപരി ആന്തരികമായ ചില കുഴപ്പത്തിൻ്റെ ഭാഗമായിട്ട് വന്ന മുടിക്കൊഴിച്ചിലാണ്. കർത്താവ് മുടികൾ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ ആന്തരിക സൗഖ്യം നൽകുന്നുണ്ട്, രോഗസൗഖ്യം നൽകുന്നുണ്ട്. 2 കൈഭുജങ്ങളിൽ നടുവിലുണ്ടാകുന്ന സ്ഥലങ്ങൾക്കുണ്ടാകുന്ന ഡാമേജും അതുമൂലം ഉണ്ടാകുന്ന ഫ്ലൂയിഡ് നഷ്ടപ്പെടലും അസ്ഥി ഉരച്ചിലും മൂലം കൈപ്പൊക്കാത്ത അവസ്ഥകളെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. 2 വൃഷണങ്ങൾക്കും രോഗം, ചിലപ്പോൾ മക്കളില്ലാത്ത രീതിയിൽ ബീജം ഉൽപ്പാദിപ്പിക്കാത്ത അവസ്ഥകൾ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ കിട്ടുമ്പോൾ സാക്ഷ്യം പറയാവുന്നതാണ്. ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ മറച്ച് കളയുന്ന ഭാഗങ്ങളിലേക്ക് തൊലി വിണ്ട് മാറിയിട്ട് ചുവന്ന നിറത്തിൽ കടിച്ചിലും ചൊറിച്ചിലുമായിട്ട് വരുന്ന അവസ്ഥകളെ കർത്താവ് സ്പർശിച്ച് സൗഖ്യത്തിലേക്ക് നയിക്കുന്നുണ്ട്. അച്ഛൻ അരളിക്ക ഉയർത്തി ആശീർവദിക്കുമ്പോൾ കടഭാരമുള്ളവരെ കണ്ണീരിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ കഴിയും.